തിയേറ്ററിലെത്തിയ എന്നും എപ്പോഴും എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നടൻ രവീന്ദ്രനാണ് ഇന്ന് റിപ്പോർട്ടിൽ ആദ്യം എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പ്രേക്ഷകർ ചിന്തിക്കും, നടനെ ഈ ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു നടനെ എന്നും എപ്പോഴും ഒന്ന് സിനിമയുടെ ട്രെയിലർ ഒരിടത്തൊന്നും അവർ കണ്ടിട്ടില്ല, പിന്നെ എന്താണ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ചിത്രത്തിൻ്റെ കഥ താങ്കളുടേതാണ്. എന്താണ്, എങ്ങനെയാണ് ഈ കഥ കിട്ടുന്നത്, എങ്ങനെയാണ് എന്നും എപ്പോഴും എന്ന സിനിമ സംഭവിക്കുന്നത്? ഇത് വളരെ ആകസ്മികമാണ്. ആക്ച്വലി ഞാൻ യഥാർത്ഥത്തിൽ ഇതിന് മുമ്പ് എഴുതിയിരിക്കുന്ന കഥകളെല്ലാം വേറെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റുകളും വേറെ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് എഴുതിയിട്ടുള്ളത്. സിനിമ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയങ്ങളിൽ ഓരോരോ സ്റ്റോറികൾ ഉണ്ടാക്കി വയ്ക്കുന്നത് എൻ്റെ പതിവാണ്. പക്ഷേ ഇത് സംഭവം എന്ന് പറയുന്നത് വളരെ ആക്സിഡൻ്റായിട്ട് എൻ്റെ ഇതിലേക്ക് വരികയാണ്. കാരണം സത്യനന്ദിക്കാട് മോഹൻലാൽ മഞ്ജുവാരി എന്ന പ്രോജക്റ്റ് കുറേ നാളായി നിൽക്കുന്നു. മോഹൻലാൽ മഞ്ജുവാരി എന്ന പ്രോജക്റ്റ് കുറേ നാളായി കേൾക്കുന്നു. കഥ ശരിയാകാത്തതുകൊണ്ട് അത് നടന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമോ കാരണങ്ങൾ. പക്ഷേ മോഹൻലാൽ മഞ്ജുവാരി സത്യനന്ദിക്കാടിന് കഥ ശരിയായിട്ടില്ല എന്ന് ഒരു 4-5 മാസമായിട്ട് രഞ്ജമ്മ മൊത്തം സത്യനന്ദിക്കാട് ഇരുന്ന് അതിൻ്റെ കഥയ്ക്ക് ഇനി വേണ്ടി വെയിറ്റ് ചെയ്യുമെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഉടനെ ഈ ഒരു ഓപ്പർച്യൂണിറ്റീനെ ഒന്ന് ക്യാഷ് ചെയ്യാൻ ശ്രമിച്ചതാണ്. സോ കാരണം മോഹൻലാലിനെയും മഞ്ജുവാരിയുടെയും ചേർക്കുന്ന ഒരു കഥ ഉണ്ടാക്കാൻ പറ്റിയാൽ ഇറ്റ്സ് വണ്ടർഫുൾ ആക്ച്വലി. സോ ഐ ടുക്ക് എ ചാൻസ് ആൻഡ് ഞാൻ അതിനകത്തൊരു കഥ ഉണ്ടാക്കി. അത് സത്യനന്ദിക്കാടിന് ഉതകുന്ന രീതിയിലേക്കുള്ള ഒരു കഥയായിരുന്നു. സത്യനന്ദിക്കാടിനെ മനസ്സിൽ കണ്ടുകൊണ്ടു, കാരണം എന്നാലേ ആ പ്രോജക്റ്റ് നടക്കുകയുള്ളൂ. സോ 3 വെല്ലുവിളികളുണ്ട്. ഒന്ന്, മലയാളത്തിനെ സംബന്ധിച്ചോളം അവർ വളരെയധികം കണ്ട് വിജയിപ്പിച്ച് സൂപ്പർ ഹിറ്റായി ഒത്തിരി ചിത്രങ്ങൾ ചെയ്തിട്ടുള്ള മഞ്ജു വാര്യർ മോഹൻലാൽ ടീം, ആ താരജോഡിയുടെ വലിയ കന്മത്തിന് ശേഷം എത്തുന്നൊരു ചിത്രം. അതോടൊപ്പം തന്നെ ഈ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത് മലയാളത്തിൻ്റെ കുടുംബ പ്രേക്ഷകരെ, അല്ലെങ്കിൽ മലയാളത്തെ സിനിമ പ്രേക്ഷകർക്ക് സത്യനന്ദിക്കാട് ചിത്രം എന്ന് പറഞ്ഞ് തന്നെ പോയി തിയേറ്ററിൽ സിനിമ കാണുന്ന ആളുകളുള്ള ഒരു സംവിധായകന് വേണ്ടിയുള്ള കഥ. ഈ 3 വെല്ലുവിളികൾ, ഇത് 3 ഒരുമിച്ച് വന്നെങ്കിലാണെങ്കിൽ ഇതൊരു കൃത്യമായ ഒരു ഔട്ട്പുട്ടിലേക്ക് എത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു വിജയത്തിൻ്റെ ഒരു ഫോർമുലയിലേക്ക് എത്തുള്ളൂ. ആ ഫോർമുല ക്രിയേറ്റ് ചെയ്യുകയാണ് താങ്കളുടെ ഒരു എയിം. അപ്പോൾ എന്തൊക്കെ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു ഈ ഇങ്ങനൊരു കഥ രൂപീകരിക്കുമ്പോൾ? ഈ പറഞ്ഞത് തന്നെയാണോ അതിനകത്ത് നിന്ന്? ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് ഗേവ് മീ ആൻ ഇൻസ്പിറേഷൻ ആക്ച്വലി ആ സ്റ്റോറി ഉണ്ടാക്കാനായിട്ട്. സോ ഇറ്റ് വാസ് സോ ആക്ച്വലി വന്നിട്ടുള്ള അത്രയും വലിയൊരു വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നിയില്ല. ഇതിൻ്റെ ഫൺ ആക്ച്വലി ഫോർ മീ കാരണം എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. അതിനകത്ത് ഞാൻ നോക്കിയിരുന്ന ഒറ്റ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, മഞ്ജു വാര്യരിൽ നിന്ന് വരുന്ന ഒരു പേഴ്സോണുണ്ട് ആക്ച്വലി. വാട്ട് വി എക്സ്പെക്റ്റ് ആക്ച്വലി ഒരു പവർഫുൾ ആക്ടിങ് ഉണ്ടാവാൻ പറ്റുന്ന ഒരു കഥാപാത്രം, ഒരു ബോൾഡ് വിമൺ ഐ മീൻ ലൈക്ക് എംപവർമെൻറ്റിനൊക്കെ വർക്ക് ചെയ്യുന്നൊരു. സോ ദെൻ റിട്ടേൺ തിരിച്ചു വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ഈ പത്രം പോലെയുള്ള അവസാനം ചെയ്ത കഥാപാത്രങ്ങൾക്ക് കണ്ട ഒരു ബോൾഡ്നെസ് ഉണ്ട്. അത് ഹോൾഡറിലും അത് തന്നെയാണ് വീണ്ടും അതിന്റെ വേറെ തരത്തിലൊരു പ്രസന്റ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെ വേണം മഞ്ജു വാര്യരുടെ അടുത്ത കഥാപാത്രം എന്നൊരു ചിന്തയാണ്, ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. തീർച്ചയായിട്ടും ഞാൻ അതിൽ നിന്ന് ഒന്ന് മാറ്റി ഉടയ്ക്കാനല്ല ശ്രമിച്ചത് ആക്ച്വലി, വന്നിട്ടില്ല മോൾ ബൂസ്റ്റ് ചെയ്യാനാണ് ശ്രമിച്ചത്. കാരണം എനി കൊമേഴ്സ്യൽ സിനിമ ഐ സീ സിനിമ ആസ് എ ഡിഫറെൻറ്റ് വേ ആക്ച്വലി. സിനിമ ആസ് ആൻ ഇൻഡസ്ട്രി, സിനിമ ആസ് ആൻ ആർട്ട്, സിനിമ ആസ് ആൻ ഐഡിയോളജി. സോ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ merit and approach, attitudes. So cinema as an industry, it's based on economics actually. എങ്ങനെ നമ്മൾ മാക്സിമം വന്നിട്ടുള്ള ഒരു ഫീൽ ഗുഡ് മൂവി ഉണ്ടാക്കി മാക്സിമം നമുക്ക് കളക്ട് ചെയ്യുന്ന ഒരു സക്സസ്ഫുളിനെ ബോക്സ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഒരു ഇൻഡസ്ട്രി സിനിമ നിൽക്കുന്നത്. ദാറ്റ്സ് വാട്ട് ആക്ച്വലി യു ലാസ്റ്റ് മീ ആക്ച്വലി. ഇപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പടം ആകുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ഈ പറയുന്ന തരത്തിലുള്ള എലമെൻറ്റുകളും വലുതാണ് താൻ. അത് തന്നെയാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഉണ്ടാക്കേണ്ടത് എന്താണ്, ലൈക്ക് എ ക്യാരക്ടർ ആക്ച്വലി വന്നിട്ടുള്ളത് മഞ്ജു വാര്യരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടുവരികയും അഭിനയ സാധ്യതകളുള്ള, അതാണ് അതിനകത്ത് ഏറ്റവും വലിയ അഭിനയ സാധ്യതകളുള്ള ഒരു കഥാപാത്രത്തെ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്തു വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മോഹൻലാലിനെ നമ്മൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചിത്രം, അല്ലെങ്കിൽ വെള്ളാനകളുടെ നടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മോഹൻലാലിനെ. രസകരമായ സ്വാഭാവികമായി നർമ്മങ്ങൾ ചെയ്യുന്ന, കാരണം ഈസ് എ ട്രെമൻഡസ് ആക്ടർ മോഹൻലാൽ. ലൈക്ക് ഭയങ്കര ടൈമിംഗ് ആണ്, അത് വളരെ നാച്ചുറലായിട്ട് എന്ത് കാര്യത്തെ ചെയ്യാനും സാധിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ, അത് തന്നെയാണ് സത്യനന്ദിക്കാടിൻ്റെ സിനിമകളുടെ ഒരു പ്രത്യേകത. എപ്പോഴും അദ്ദേഹം ഒരു മിഡിൽ ക്ലാസ് ജനതയുടെ കഥയാണ് പറയുക. അപ്പോൾ അവിടെ നമ്മളുണ്ടാവുന്ന പറഞ്ഞാൽ നമുക്ക് ചുറ്റും നടക്കുന്ന ലോകത്തിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ട് നമുക്ക് തന്നെ പലപ്പോഴും പ്രതികരിക്കാൻ തോന്നുന്ന പല കാര്യങ്ങളെ നമ്മളിതിനകത്തേക്ക് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പലതിനെയും നമ്മൾ കാണുന്ന അന്യായങ്ങളാണ്, എന്നാൽ നമുക്ക് മിണ്ടാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ എല്ലാം വന്നിട്ട് ഒരു വോയിസിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ വോയിസായിട്ട് മഞ്ജു വാര്യർ പലപ്പോഴും വരികയാണ്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മോഹൻലാലിനെ ഉണ്ടാക്കുന്ന, അവരെ ഇൻ്റർവ്യൂ ചെയ്യേണ്ട
ഒരു കഥാപാത്രമായിട്ട് മോഹൻലാൽ നിൽക്കുകയും അതിലുണ്ടാവുന്ന കോൺഫ്ലിക്റ്റുകളിലൂടെ കൊണ്ടുവരികയും അവസാനം വന്നിട്ട് ഒരു ഡെഡ് എൻഡിലെത്തുകയും ഒരു ട്വിസ്റ്റിലേക്ക് ഉണ്ടാക്കി ഒരു ഇമോഷണൽ ഡ്രാമയിലൂടെ ഒരു ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ബാക്കി കാര്യങ്ങളെ കൊണ്ടുപോകുക എന്നുള്ളൊരു രീതിയുടെ ഒരു സ്ട്രക്ചർ ഞാൻ ആദ്യം ഉണ്ടാക്കി. Then it was for me, it was easy to make incidents. So every incident leads to another incident. Like, what is next? What is next? So ഈ ഒരു സംഭവം നടന്നാൽ അടുത്ത സംഭവം എന്തായിരിക്കുക, അതിൽ നിന്ന് അടുത്ത സംഭവത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, അങ്ങനെ കൊണ്ടുപോകാനായിട്ട് എനിക്ക് ഈസി ആയിട്ട് പറ്റും. ഒരു പക്ഷേ ദാറ്റ്സ് മൈ എക്സ്പോഷർ ആക്ച്വലി. ഇപ്പോൾ സിനിമ മാത്രമാണ് ഞാൻ സിനിമയുടെ ഫെസ്റ്റിവൽ ചെയ്യുക, പല രീതിയിലുള്ള പല പ്രവൃത്തികളിൽ ഞാൻ പ്രവർത്തിക്കാൻ എനിക്ക് സാധ്യമായിട്ടുണ്ട്. ലൈക്ക് ബിസിനസ്, സ്റ്റേജ് സ്ട്രക്ചേഴ്സ്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, ലൈക്ക് മീഡിയ പേഴ്സൺ. ഞാൻ ഒരു മീഡിയയിൽ വർക്ക് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ തരത്തിലും നിൽക്കുന്ന പല ഒരു ബിസിനസ് നടന്നപ്പോഴത്തേക്കും ഉണ്ടായിരിക്കുന്ന അതിൻ്റെ കോംപ്ലിക്കേഷൻസ്, കേസുകൾ, അങ്ങനെ കോർട്ടുമൊക്കെ ആയിട്ട് ഞാൻ ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ ആക്ച്വലി അതിനെല്ലാം എനിക്ക് ഇതിനകത്തേക്ക് യൂസ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഈ ഇത്രയും വലിയ വെല്ലുവിളിയാണ് അവരെ സംബന്ധിച്ചോളം നമ്മൾ പറഞ്ഞ പോലെ കാത്തിരുന്നത്. അതിനുശേഷം ഇങ്ങനൊരു കഥ ഉണ്ട് എന്ന് പറഞ്ഞ് സത്യനന്ദിക്കാടിനെ ഈ കഥ പറഞ്ഞ് കേൾപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണം? അല്ലേ, ഞാൻ ഈ കഥ എത്തിക്കുകയില്ലേ, കഥ എത്തിച്ച ഉടനെ തന്നെ ഞാൻ മനസ്സിലാക്കി ഈ കഥ ഇഷ്ടപ്പെട്ടെന്നുള്ളത്. സോ ദെൻ ആന്റണി പെരുമ്പാവൂർ എനിക്ക് വന്നിട്ടുള്ള അതിനകത്ത് അഡ്വാൻസ് തരികയും എനിക്ക് ഞാൻ പറഞ്ഞ കാശ് തരികയും, ദർ വാസ് നോ ബാർഗെയിനിങ് ആക്ച്വലി. ബട്ട് എനിക്ക് അതിനകത്തൊരു ഒരു ബാർഗെയിൻ പോലും അതിനകത്ത് ഉണ്ടായില്ല. ഒരുപക്ഷെ വന്നിട്ട് അവർക്ക് അത്രയധികം ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം. സോ മൈ ഫസ്റ്റ് കടമ്പ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവരെ ഇഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. ഡയറക്ടറെ ഇഷ്ടപ്പെടുത്തുക, പ്രൊഡ്യൂസറെ ഇഷ്ടപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അത് ഞാൻ വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്താണ് അതാണ് ഞാൻ അടുത്ത് ചോദിക്കാതിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു മനസ്സിൽ കിടന്ന ഒരു കഥ, അതിന് വേറൊരു തിരക്കഥാകൃത്തിനെ കൊണ്ട് കഥ അതിൻ്റെതായ സിനിമയുടെ സ്ട്രക്ചറിലേക്ക് മാറ്റുന്നു. അതിനുശേഷം ഒരു മലയാളത്തിൽ ചെയ്യുന്നു. I tell you actually, see, I make a story, it's a visual story actually. So it has everything. I see a mission scene like. ഇപ്പോൾ സത്യനന്ദിക്കാടൻ ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു മിഷൻ സീൻ വർക്ക് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാം. ഞാൻ സിനിമ പഠിക്കുകയും സിനിമ പഠിച്ചുകൊണ്ടിരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരുത്തനാണ്. അപ്പോൾ അതിനൊരു എല്ലാ ഡയറക്ടർ, ഇപ്പോൾ ഒരു ജോഷിയുടെ ഒരു സിനിമയാണെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ഇതിൻ്റെ സീൻ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മിഷൻ സീൻ വേറെ ആയിരിക്കും. ഇപ്പോൾ റോഷൻ ആൻഡ്രൂസ് ആണെങ്കിൽ അതിൻ്റെ ഒരു മിഷൻ സീൻ വേറൊരു സ്റ്റൈലായിരിക്കും വരിക. കാരണം ഇപ്പോൾ ശശിയേട്ടൻ്റെ ആണെങ്കിൽ അത് വേറൊരു തരത്തിലായിരിക്കും വർക്ക് ചെയ്യപ്പെടുക. കാരണം നമ്മൾ നോക്കുകയെന്ന് പറഞ്ഞാൽ who are the actors in an industry film actually, then who's a director, who's going to do it actually. ഞാൻ അതിലൂടെയാണ് കാണുന്നത് വന്നിട്ട്. അപ്പോൾ അതിലൂടെ നമ്മളുണ്ടാകുന്ന ഒരു കോമ്പിനേഷൻ, കാരണം സിനിമ ഒരു കൂട്ടായ്മയുടെ വർക്കാണ്. നമ്മൾ ഇന്നൊരു സാധനം കൊടുത്തിട്ട് ഇന്നതിലേക്ക് ഇന്നത് ചെയ്യണമെന്ന് വിചാരിക്കുന്നതിന് ഉപരി വന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ മാറ്റുന്നതാണ് എളുപ്പമെന്ന് വിശ്വസിക്കുന്ന ഒരുത്തനാണ് ഞാൻ വന്നിട്ട്. ദാറ്റ്സ് മൈ സ്റ്റൈൽ മേ ബി. ഇപ്പോൾ ഞാൻ ഏതൊരു ഡയറക്ടറെ അടുത്ത് ആക്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള ഡെലിവറി ചെയ്യാനായിട്ട് എനിക്ക് പറ്റണം. ഇപ്പോൾ ഞാൻ കെ ബാലചന്ദ്രൻ സാർ തൊട്ട് അല്ലെങ്കിൽ ക്രോസ്ബെറ്റ് മണിയുടെ പടം വരെ ഞാൻ ആക്ട് ചെയ്തിട്ടുണ്ട്. സുമേന്ദ്രയുടെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഐ കുഡ് സാറ്റിസ്ഫൈ ദം. സോ ഞാൻ ഇവിടെ ചെയ്യുന്ന ഒരു പ്രവൃത്തി ആയിരിക്കരുത് ഞാൻ അവിടെ ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ എല്ലാത്തിനും വന്നിട്ട് ഇപ്പോൾ സത്യത്തിൻ്റെ ക്യാമറമാൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള അതിൽ വന്നിരിക്കുന്നത് ഒരു മെയിൻ ആയിട്ടുള്ള ലൈക്ക് പൂമ്പുകാർ പടങ്ങൾ, ഞാൻ അതിനകത്ത് കുതിരകളെയൊക്കെ ഓടിക്കുന്ന ലൈക്ക് കൗബോയ് ഫിലിംസിലാണ് ആക്ട് ചെയ്തേക്കുന്നത്. അതായിരിക്കുമല്ലോ ആക്ടിങ് സ്റ്റൈൽ അവിടെ വേണ്ടത്. സോ വി ഷുഡ് തിങ്ക് ആക്ച്വലി വേർ ഡു വർക്ക്. ദാറ്റ് ഈസ് ദ ലോ ഓഫ് ദ ഇൻഡസ്ട്രി ഇൻഫാക്ട്. ഇതെല്ലാം ഈ പറയുന്ന ചിന്തകളും ബോധങ്ങളെല്ലാം സിനിമ തിയേറ്ററിൽ പോയി ഇരുന്ന ഒരു പ്രേക്ഷകനായിരുന്നു കണ്ടതിന് ശേഷം ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ താങ്കൾ എത്രമാത്രം ഈ സിനിമ ആസ്വദിപ്പിച്ചു? ഇനി പ്രേക്ഷകരോട് ഈ സിനിമ അവരെ ഏത് കാറ്റഗറി പെടുന്ന സിനിമ അല്ലെങ്കിൽ ഇതിനെ ഒരു കാറ്റഗറിപ്പെട്ട സിനിമ കാണാനായി നിങ്ങൾക്ക് എന്നും എപ്പോഴും തീരുമാനിക്കാം. അങ്ങനെ ഇതിലേതെങ്കിലും ചോദിച്ചാൽ എങ്ങനെയായിരിക്കും അവർക്ക് പറഞ്ഞു കൊടുക്കുക? തീർച്ചയായിട്ടും ഒരു പ്രശ്നം എനിക്കുണ്ട്. എൻ്റെ സിനിമ ഞാൻ എഴുതിയ കഥയായതുകൊണ്ട് ഇരിക്കുന്നത് ഞാൻ അതിനെ ഒരിക്കലും ജഡ്ജ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല നിൽക്കുന്നത്. ഐ വിൽ ബി വാച്ചിങ് ഹൗ പീപ്പിൾ ആർ റിയാക്ടിങ് ടു അസ് ആക്ച്വലി. ആദ്യത്തെ എൻ്റെ കാഴ്ച എന്ന് പറയുന്നത് ഞാൻ അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ ആൾക്കാർ അതിനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതും എങ്ങനെയാണ് അതിൻ്റെ പ്രതികരണം വരുന്നതെന്നുള്ളതും മാത്രത്തിന് ഉദ്ദേശിച്ചിട്ട് ഞാൻ തിയേറ്ററിൽ പോയവനാണ്. അപ്പോൾ മറ്റു കാര്യങ്ങൾക്ക് എനിക്ക് അതിനെ സംബന്ധിച്ചിട്ട് അവിടെ വന്നിട്ട് പലരും വന്നിട്ട് പലരും എല്ലാവരും വളരെ നന്നായിട്ടുള്ള അഭിപ്രായം. പ്രൊഡ്യൂസർ ഞാൻ ഇന്ന സിനിമയുടെ ഇപ്പോൾ ജോഷി ഉണ്ടായിരുന്നു, എല്ലാവരും നല്ല അഭിപ്രായം നിന്ന് കൈ തന്നപ്പോഴത്തേക്കും ഞാൻ സന്തോഷവാനായി. കാരണം ഞാൻ മറ്റതൊന്നും ശ്രദ്ധിക്കില്ല, എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ മെയിൻ എയിം എന്താണ്? ഇത് വിജയിക്കുക.
എനിക്ക് കാശ് തന്ന പ്രൊഡ്യൂസറിനെ വന്നിട്ടുള്ള അതിനകത്തേക്ക് അദ്ദേഹത്തിന് കാശ് തിരിച്ചു കിട്ടുക. കാരണം അണി പെരുമ്പാവൂർ ഒരക്ഷരം മിണ്ടാതെ തന്നെയാണ് ചോദിച്ച പൈസ കറക്റ്റ് ടൈമിലേക്ക് കൊണ്ടുവന്നത് വന്നിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ കേൾക്കുന്നുണ്ട് പുതിയ സിനിമ സംവിധാനം ചെയ്യുന്നു, അല്ലെങ്കിൽ പുതിയൊരു സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്നു. ഏതോ രണ്ട് കഥ ഞാൻ കൃത്യമായി അതിന്റെ ഇതിനോട് തുടർച്ചയായിട്ട് തന്നെ പോകുന്നൊരു കാര്യങ്ങളാണോ, അത് ഇതിനോട് മുമ്പ് തുടങ്ങിയ ജോലിയാണ്? എന്താണ് അതിൻ്റെ ഒരു വിശേഷം? അല്ല, ഇത് ഒരുപക്ഷെ എല്ലാം വന്നിട്ടുള്ള ഒരു നിമിത്തം പോലെ ആവാം. ഞാൻ സ്ക്രിപ്റ്റ് ഇതിന് മുമ്പ് എഴുതാൻ തുടങ്ങിയതാണ്. ഞാൻ എൻ്റെ മറ്റൊരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്ക്രിപ്റ്റ് എഴുതാൻ പോകുമ്പോഴാണ് ഈ സംഗതി വന്ന് വീണത്. പക്ഷേ അതുകൊണ്ട് ആ സ്ക്രിപ്റ്റിനെ ഞാൻ നിന്നുപോയി ഇതിലേക്ക് മാറി എന്നുള്ളതാണ്. അത് നടക്കാതെ പോയ ഒരു പ്രോജക്റ്റായിരുന്നു. അല്ലാതെ അത് പിന്നീട് വരുന്നൊരു കാര്യമല്ലേ. പക്ഷേ ഞാൻ ഒരു കുറച്ചധികം സബ്ജക്റ്റുകൾ എൻ്റെ വരാൻ സാധ്യതയുണ്ട്. ഇത് അതായത് എഴുത്തിലാണോ അതോ സംവിധാനത്തിലാണോ? കഥ, സ്ക്രിപ്റ്റ്, തിരക്കഥ എന്നാണ്. എൻ്റെത് വിഷ്വൽ സ്റ്റോറിയാണല്ലോ. ആക്ച്വലി വിഷ്വൽ സ്റ്റോറി മീൻസ് ആക്ച്വലി എ സ്റ്റോറി ഫോർ ദ സിനിമ. സോ ഐ ഡോണ്ട് നോ വെദർ ആക്ച്വലി മേ ബി നോട്ട് ലെസ് ഡയലോഗ്സ് വെച്ചിട്ടുള്ള ഒരു ഘടനയിലാണ് ഞാൻ ഈ സ്റ്റോറി ഉണ്ടാക്കുക. ബൈ ഇൻസിഡൻസ്. ഇവിടെ നടക്കുന്ന തുടക്കത്തിൽ എന്തായിരിക്കും ആ കഥാപാത്രം ചെയ്യുക, അതിൻ്റെ അടുത്തത് എന്തായിരിക്കും ചെയ്യുക. സോ ഇറ്റ് വിൽ ബി ആക്ച്വലി വിഷ്വലൈസേഷനാണ് അതിനകത്തേക്ക് ഞാൻ ചെയ്യുന്നത് വന്നിട്ട്. എനിക്ക് സിനിമ അറിയാവുള്ളൂ. ഞാൻ ഐ എം നോട്ട് ഒരു ലിറ്റററി പേഴ്സൺ അല്ല. ഈ നമ്മൾ എപ്പോഴും സിനിമ എടുക്കുമ്പം ഇതിനകത്ത് മികച്ച പാട്ടുകൾ, എല്ലാ സത്യനന്ദിക്കാട് ചിത്രങ്ങൾക്കും കാണുന്ന തരത്തിലുള്ള മികച്ച പാട്ടുകൾ, വിദ്യാസാഗറാണ് സംഗീതം. പാട്ടുകളൊക്കെ പുറത്ത് വന്നു. രണ്ടും പാട്ട്, അതിനകത്ത് ഒരു പാട്ടിൻ്റെ വിഷ്വൽ വന്നിട്ടുള്ളൂ, ബാക്കി പാട്ടുകളോടി എല്ലാം പുറത്ത് വന്നു. താങ്കൾക്ക് എങ്ങനെ തോന്നി ഈ പാട്ട്? തീർച്ചയായിട്ടും സത്യനന്ദിക്കാടിന് അങ്ങനെ ചില പ്രത്യേകതകളുണ്ട്. കുടുംബ സിനിമകൾ എടുക്കുക, അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അദ്ദേഹം പാട്ടുകൾ തിരഞ്ഞെടുക്കുന്നതിനകത്ത്. അല്ലെങ്കിൽ പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് തന്നെ അദ്ദേഹം വന്നിട്ട് ശ്രദ്ധ ചെലുത്തുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ പാട്ടുകൾ നന്നായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു പാട്ട് ഒരു പാട്ട് വേണം എന്ന് പറഞ്ഞിട്ട് പാട്ടിൻ്റെ സ്ഥലത്ത് നമ്മൾ ശ്രദ്ധ ചെലുത്താതെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വരില്ല. മാത്രമേ ശ്രദ്ധ ചെലുത്തിയാലും ചിലപ്പോൾ അതിനുള്ളൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിന് നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് സിനിമാ പാട്ടിനോടുള്ള ഒരു ടേസ്റ്റ് അദ്ദേഹത്തിന് നന്നായിട്ടുള്ളത് കൊണ്ടും ജനങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ടും ഒരു മെലഡിയെ തിരിച്ചറിയാൻ കഴിവുള്ളത് കൊണ്ടാണ് അദ്ദേഹം അത് സെലക്ട് ചെയ്യുന്നത്. ഒരു മ്യൂസിക് ഡയറക്ടർ ഇടാൻ നേരത്ത് അതല്ല കുറച്ചും കൂടി നമുക്ക് വേണമെന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം നമുക്ക് നമ്മുടെ മനസ്സിലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കണം. സത്യനന്ദിക്കാടിന് അത് ഉള്ളത് കൊണ്ട് തന്നെയാണെങ്കിലും സത്യനന്ദിക്കാടിന് അതിന് നല്ല പാട്ടുകളെ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും. എന്താണെങ്കിലും നമ്മുടെ വിഷു ചിത്രങ്ങളുടെ പ്രേക്ഷകർ വലിയ പ്രതീക്ഷയായിരുന്നു എന്നും എപ്പോഴും അത് ഇന്ന് തിയേറ്ററിലെത്തി ആദ്യഘട്ട അല്ലെങ്കിൽ ആദ്യ റെസ്പോൺസാണ് ആ ചിത്രത്തിൻ്റെ മൊത്തത്തിലുള്ള ലൈഫ് തീരുമാനിക്കുന്നത്. അതിൽ എന്നും എപ്പോഴും വിജയിച്ചിരിക്കുന്നു. എന്താണെങ്കിലും ഇതിൻ്റെ ഇത്രയും വലിയൊരു കോൺഫ്ലിക്റ്റിൻ്റെ സൊല്യൂഷനായി മാറിയ രവീന്ദ്രന് അതിൻ്റെ ഒരു വിജയത്തിൻ്റെ നിമിഷത്തിൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു. തിരക്കഥ എഴുതുക, സംവിധാനം ചെയ്യുക, ഈ പഴയതുപോലെ ഈ ന്യൂ ജനറേഷൻ സിനിമകളിൽ നിറഞ്ഞ ആളിയതുപോലെ വീണ്ടും ആളുക, അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വീണ്ടും എത്തുക. ഇന്ന് എത്തിയതിന് വളരെയധികം നന്ദി. താങ്ക് യു വെരി മച്ച്.